ഹായ് ഫ്രണ്ട്സ്, ഓൾഡ് ഇസ് ഗോൾഡ് ഒരു 4 എപ്പിസോഡ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പം ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കുക. ഇനിയിപ്പോൾ ഒരു 2 എപ്പിസോഡ് ഈ ഓർണമെൻറ്റ്സ് മേക്കിങ്ങിൻ്റെ ഇട്ടാലോ എന്ന് ചിന്തിച്ചു. അപ്പം അങ്ങനെ ഈ ഒരു എപ്പിസോഡിൽ വളരെ സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന, കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു മാല ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു മാല ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. ഈ മാല ഈ സാരിക്ക് വേണ്ടിയിട്ട് ഞാൻ ഡിസൈൻ ചെയ്തതാണ്. അപ്പം അതേ ഒരു കളർ കോമ്പിനേഷനിലുള്ള ഒരു മാല. പിന്നെ ഇപ്പം നമുക്ക് ചില ഡ്രസ്സിന്, ചില സാരികൾക്ക് അതേ കളർ കോമ്പിനേഷനിലുള്ള ഒരു ഓർണമെൻറ്റ്, ഒരു ഡിസൈനർ പീസ് ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്, ഒരു പ്രത്യേക അട്രാക്ഷനാണ്. അപ്പോൾ ചിലരുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഇപ്പോൾ ഒരു കുറച്ച് ഓർണമെൻറ്റ്സ് കളക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അത് മാറി മാറി സാരികൾക്കും ഡ്രസ്സിനൊക്കെ ഇട്ടാൽ പോരെയെന്ന്. അപ്പോൾ ചില ഡ്രസ്സിന് നമുക്ക് അങ്ങനത്തെ ഒരു ഗോൾഡൻ അല്ലെങ്കിൽ ആൻറ്റിക് സിൽവർ ഷെയ്ഡിലുള്ള ഓർണമെൻറ്റ്സ് ഒക്കെ ചേരും. പക്ഷെ ചില സാരികൾക്ക് അല്ലെങ്കിൽ ചില ഡ്രസ്സിന് അതേ കളർ കോമ്പിനേഷനിലുള്ള ഒരു ഓർണമെൻ്റ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഈ ഒരു സാരിക്ക് ഇതിന് എൻ്റെ കയ്യിലുള്ള ഗോൾഡൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഓർണമെൻ്റ് ഇടുന്നതിനേക്കാളും ഈ സെയിം കളർ കോമ്പിനേഷനിലുള്ള ഒരു മാല വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു മാല ഞാൻ ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് വളരെ കുറഞ്ഞ സമയം, ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മാലയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ മാല എങ്ങനെ നമുക്ക് ഉണ്ടാക്കാമെന്ന് കാണാം. ഈ ഒരു മാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് 2 തരം ബീഡ്സ് ആണ്. ഒന്ന് ഈ പീകോക്ക് ബ്ലൂ കളറിലുള്ള ക്രിസ്റ്റൽ ബീഡ്സ്, വലിയ ക്രിസ്റ്റൽ ബീഡ്സ്. പിന്നെ നമ്മുടെ സാധാരണ റൗണ്ട് ബീഡ് പീച്ച് കളറിലുള്ളത്. പിന്നെ ഇത് നമ്മൾ ഡബിൾ ലെയർഡായിട്ട് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് 2 ത്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എൻഡിൽ വെച്ച് കൊടുക്കാനുള്ള കുളത്ത്, പിന്നെ നമ്മൾ ഈ കുളത്ത് പിടിപ്പിക്കാനുള്ള സ്റ്റോപ്പർ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ മാല ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഈ ബ്ലൂ കളറ്, സെൻട്രൽ പോർഷനിൽ ബ്ലൂ കളറ് ബീഡ്സാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഈ ബ്ലൂ ബീഡ്സ് ആദ്യത്തെ ത്രെഡിൽ കോർക്കണം. അപ്പം ഞാനിതിവിടെ 2 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ടോട്ടൽ ബീഡ്സിനെ. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കോർക്കാം. ഇത് വലിയ ബീഡ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം ഈ മാല. അധിക സമയമൊന്നും വേണ്ട, പെട്ടെന്ന് കോർക്കാം. നമ്മൾ എൻഡിൽ ഇത് കുളത്ത് ഫിക്സ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ലെയറിൽ നമ്മൾ ഈ ബ്ലൂ ബീഡ്സ് കോർത്തു. ഇനി അടുത്ത ലെയറിൽ നമ്മൾ ഇതുപോലെ ഈ ബീഡ്സ് കോർക്കാൻ വേണം, ബ്ലൂ കളർ ബീഡ്സ്. ഈ ബ്ലൂ ബീഡ്സ് 2 ലെയറിലും കോർത്തു. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ ഇന്നർ ലെയറിനേക്കാളും ഓരോ ബീഡ്സ്, ഓരോ സൈഡിലും ഓരോ ബീഡ്സ് എക്സ്ട്രാ നമ്മൾ ഔട്ടർ ലെയറിൽ കൊടുക്കണം. എന്നാലും നമ്മളിതിങ്ങനെ മാല ഇങ്ങനെ വളഞ്ഞ ഷേപ്പിൽ വരുമ്പോൾ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പീച്ച് കളർ ബീഡ്സ് കോർക്കാന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ നമ്മൾ കോർത്താൽ മതി. അപ്പോൾ നമ്മൾ ഇത് മൊത്തം ഓരോ സൈഡിലും 22 ബീഡ്സ് വെച്ചാൽ, അപ്പോൾ ഓരോ ത്രെഡിലും 11 ബീഡ്സ് വെച്ച് നമ്മൾ ഈ പീച്ച് കളർ ബീഡ്സ് അങ്ങ് കോർത്ത് പോയാൽ മതി. ഇത് പെട്ടെന്ന് നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ ചെയ്തെടുക്കാവുന്ന ഒരു മാലയാണ്. അപ്പോൾ ഇത് സാധാരണ ഒരു ത്രെഡിൽ കോർക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ പിന്നെ അവസാനം നമ്മുടെ കുളത്ത് പിടിപ്പിക്കുന്ന ആ ഭാഗം മാത്രമേ പഠിച്ചെടുക്കേണ്ടതുള്ളൂ. അപ്പോൾ അങ്ങനെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മാലയാണിത്. പിന്നെ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മൾ മാല കോർക്കുന്ന ആ ഒരു കോൺസെപ്റ്റിൽ നിന്നൊന്ന് ഇത്തിരി മാറി ചിന്തിച്ചാൽ മതി, ഒരു ഡിസൈനർ ലെവലിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇങ്ങനെ ഡിസൈനർ മാലകൾ ഉണ്ടാക്കാം. സാധാരണ നമ്മൾ ഒരു ലെയറിൽ ഒരു കളറ് മുത്ത് അല്ലെങ്കിൽ ഇട കലർന്ന് 2 കളറാണെങ്കിൽ അത് നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ട് അങ്ങനെ കലർത്തിയൊക്കെ കോർക്കും. അപ്പം അതിൽ നിന്നൊക്കെ ഒന്ന് മാറി ഒരു ഡിസൈനർ ലെവലിൽ ചിന്തിച്ചാൽ മതി. നമ്മുടെ ബീഡ്സ് എല്ലാം കോർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അവസാനം ഈ കുളത്ത് പിടിപ്പിക്കുകയാണ്. അപ്പം അതിന് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു. ആദ്യം സ്റ്റോപ്പർ കോർക്കണം, അത് കഴിഞ്ഞ് നമ്മുടെ ഈ കുളത്ത് കോർക്കണം. എന്നിട്ട് നമ്മൾ ഈ സ്റ്റോപ്പറിൻ്റെ ഉള്ളിലേക്ക് രണ്ടാമത് തിരിച്ചു കോർക്കണം. അറ്റം എത്തിക്കഴിയുമ്പോൾ നമ്മൾ ഒന്ന് പ്രസ് ചെയ്യുക, സ്റ്റോപ്പർ ഒന്ന് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ആ മറ്റേ ത്രെഡ്, രണ്ടാമത്തെ ത്രെഡും ഈ സെയിം കുളത്തിലോട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യാൻ പോണേ. ഇതും നമ്മൾ ഇവിടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡിൽ നമ്മൾ കുളത്ത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സൈഡിൽ നമ്മൾ ഈ കുളത്ത് പിടിപ്പിച്ച അതേ സ്റ്റൈലിൽ തന്നെ നമ്മൾ ഈ സൈഡിൽ പിടിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കുളത്ത് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ആ എൻഡിൽ വരുന്ന ത്രെഡ് അത് നമ്മൾ ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കോർത്ത് കൊടുക്കാം. വലിയ ബീഡായതുകൊണ്ട് അതങ്ങ് കയറിപ്പൊക്കോളും. ഇതിൻ്റെ ഉള്ളിൽ ഹൈഡായിട്ടിരുന്നോളും ആ ബാക്കി വരുന്ന ത്രെഡ്. ഇനി നമ്മൾ ഈ മറ്റേ സൈഡിൽ പിടിപ്പിച്ച അതേ സ്റ്റൈലിൽ ഈ സൈഡിലും കുളത്ത് പിടിപ്പിക്കാൻ പോവാം. അപ്പോൾ ഈ സൈഡിൽ നമ്മൾ പിടിപ്പിക്കുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. കാരണം ഗ്യാപ്പ് വരാത്ത രീതിയിൽ പിടിപ്പിക്കണം. ഇതിപ്പോൾ ഞാൻ മുമ്പ് കാണിച്ച പോലത്തെ ബുദ്ധിമുട്ടൊന്നുമില്ല. മുമ്പ് ഞാൻ ഇങ്ങനെ ചെറിയ ക്രിസ്റ്റൽ ബീഡ്സ് ഒക്കെ വെച്ചുള്ള മാലകൾ കാണിച്ചായിരുന്നു. അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, എന്നാലും നമുക്ക് ചെയ്തെടുക്കാവുന്ന മാലകളാണ്. ഇത് പറഞ്ഞ പോലെ വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ആർക്കും ഇപ്പം പെൺകുട്ടികളൊക്കെ ഉള്ള വീട് ആണെങ്കിൽ ഹൈസ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്കോ ഒക്കെ ചെയ്തെടുക്കാവുന്ന മാല ഇത്. അപ്പോൾ ഒരുവിധം ആയിട്ടുണ്ട്. ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടായിന്ന് കുഴപ്പമില്ല, എന്നാലാണ് മാല നല്ല ഫ്ലെക്സിബിളായിട്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ സ്റ്റിഫായിട്ടിരിക്കും. ചെറിയ ഗ്യാപ്പ് ഉണ്ടായെന്ന് വെച്ച് കുഴപ്പമില്ല. അപ്പോൾ ഇത് നമ്മളിവിടെ പ്രസ് ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് വല്ലാണ്ട് നീളമുള്ളതുകൊണ്ട് കുറച്ച് വെട്ടിക്കളയാം. എന്നിട്ട് ബാക്കിയുള്ള നമ്മുടെ ഈ എൻഡ് ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുത്താൽ മതി. ആ സെക്കൻഡ് ലെയറും നമ്മൾ അതിലേക്ക് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ പ്രസ് ചെയ്ത് കൊടുക്കാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ബീഡിൻ്റെ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാല റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ ഈസി ആയിട്ട് നമുക്കൊരു ഡബിൾ ലെയേർഡ് മാല സിമ്പിളായിട്ട് ബീഡ്സ് കോർത്ത് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഒരു മാല നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു ആർട്ട് വർക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.